പല വലിയ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് വരണ്ടായി. അതുമാതിരി ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊരു നല്ല രീതിയിലൂടെ ഒരു സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൂടെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഒരു 5 വർഷം കൊണ്ട് കേരളത്തിലുടനീളം ഇതിൻ്റെ ബ്രാഞ്ചുകളിൽ വലിയൊരു ബിസിനസ് സംരംഭമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടപ്പാളിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഇടയ്ക്ക് ഒരു 20 ഏക്കർ സ്ഥലത്തൊരു മെസോൺ എജ്യൂസിറ്റി തന്നെയാണ് ഞങ്ങളുടെ പുതിയ അപ്കമിങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. കാരണം നല്ല ഫീഡ്ബാക്ക് ഓരോ പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ മെസോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ച സമയത്തൊക്കെ നല്ല റിസൾട്ടാണ് കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഹായ് പ്രിയപ്പെട്ടവരെ, മെസോൺ ഗ്ലോബൽ അതിന്റെ ഫേസ് 1 നിന്ന് ഫേസ് 2 മാറുന്ന വരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായി നമ്മളിലേക്ക് പുതിയൊരു പാർട്ണർ കൂടി വരികയാണ്, ഫസ്ലുർ റഹ്മാൻ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സ്മൂത്ത് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഫസ്ലുക്കെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരൻ മെസോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ കൂടെ കൂടാനുള്ള ചില കാരണങ്ങൾ ഉണ്ടാവും. അത് ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഫസ്ലുഖാന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് അറിയാം. ഫസ്ലുഖ, വെൽക്കം ടു മെസോൺ ഗ്ലോബൽ. താങ്ക് യു. ഞാൻ ദുബായിലൊരു ബിസിനസ്സുകാരനാണ്. 2010 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നൊരു 120 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പല മേഖലയിലും ഞാൻ റിയൽ എസ്റ്റേറ്റ്, ദുബായിൽ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ പലതിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പല വലിയ കോർപ്പറേറ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് വരണ്ടായി. അതുമാതിരി ഞാൻ അവരെ മീറ്റ് ചെയ്തിരുന്നു. അവരൊക്കെ ഇൻവെസ്റ്റേഴ്സിനെയാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മെസോണിൻ്റെ ഒരു പ്രപ്പോസൽ എൻ്റെ അടുത്ത് വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് യുവാക്കളുള്ള ഒരു സംരംഭമാണ്, നിങ്ങൾ വലിയ വിഷനാണ് നിങ്ങൾക്കുണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സിന് എപ്പോഴും മണി ഉണ്ടാക്കാൻ പല സോഴ്സുകളുണ്ട്. പക്ഷെ ഒരു നല്ല രീതിയിലൂടെ ഒരു സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൂടെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്യാൻ കാരണം. അതോടൊപ്പം തന്നെ ഞാൻ വലിയൊരു എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തന്നെയല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു ചെറിയൊരു ബിസിനസ് അല്ല, മാക്സിമം ഒരു 5 വർഷം കൊണ്ട് കേരളത്തിലുടനീളം ഇതിന്റെ ബ്രാഞ്ചുകളിൽ വലിയൊരു ബിസിനസ് സംരംഭമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, നിങ്ങളിൽ എങ്ങനെ മെസോൺ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് പാരൻസിന്റെ കയ്യിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് ഉള്ള ഫീഡ്ബാക്കാണ്. അത് ഞാൻ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോൾ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്, അവരുടെ ഫാമിലിയും അവരുടെ പാരൻസൊക്കെ നല്ല ഹാപ്പി ആയപ്പോൾ ഇതിന് ഞാനൊരു ഓപ്പർച്യൂണിറ്റിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ പിന്നെ ഇതിന് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനൊക്കെ കണ്ടു. അവരൊക്കെ ആകാശത്തോളം സ്വപ്നം കാണുന്ന ആളുകളുടെ കൂടെ മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറ്. അപ്പം നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ വലുതാണ്, ഞാനും അത്തരം ഒരു സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണ്. ആ രീതിയിലൂടെയാണ് ഞാൻ ഈ മെസോണിക്ക് വരാനുള്ള കാരണം. ഓരോ പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ മെസോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ച സമയത്തൊക്കെ നല്ല റിസൾട്ടാണ് കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു 5 വർഷം ഉണ്ടെങ്കിലും മിനിമം നമ്മൾ കേരളത്തിലുടനീളം നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഭാഗമാവണം. അല്ലാതെ 2-3 ഡിസ്ട്രിക്റ്റിൽ മാത്രം പോരാ. അപ്പോൾ അത്തരം ഒരു വിഷയുള്ള ടീമാണ് നമ്മുടെ മുന്നിലെന്നാണ് ഞാൻ കരുതുന്നത്. ആ അടിസ്ഥാനത്തിലാണ് എനിക്ക് മെസോൺ അട്രാക്ഷൻ ആയത്. ഫസ്ലുഖാന്റെ വിഷൻ തന്നെയാണ് ടീം മെസോണിനുള്ളത്. 2030 ആകുമ്പോഴേക്കും കേരളത്തിലൊരു 10 ബ്രാഞ്ചും 2031 എടപ്പാളിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഇടയ്ക്ക് ഒരു 20 ഏക്കർ സ്ഥലത്തൊരു മെസോൺ എജ്യൂസിറ്റി തന്നെയാണ് ഞങ്ങളുടെ പുതിയ അപ്കമിങ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഇൻവെസ്റ്റർ നമ്മുടെ കൂടെ കൂടി എന്നുള്ളത് തന്നെയാണ് ടീം മെസോണിന്റെ ഇനി അങ്ങോട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഫസ്ലുഖാന്റെ അതേ വിഷയത്തിനൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങളൊപ്പം നിങ്ങളും കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഇത് വലിയ ഒരു സംരംഭമാക്കാൻ കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ഉള്ളത്, നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി, അത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കണം, ബെസ്റ്റ് സർവീസ്, ഇതുണ്ടെങ്കിൽ ഒരിക്കലും ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവില്ല. ചില ആളുകൾ പറയും ചെറിയ പയ്യന്മാരല്ലേ, ഏറ്റവും ചെറിയ പയ്യന്മാരാണ് ഞാൻ സെലക്ട് ചെയ്യുക. കാരണം അവരിപ്പോൾ തന്നെ സ്വപ്നം കണ്ട ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ ഒരുപാട് സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാരുടെ കൂടെ ഇതിൽ ജോയിൻ ചെയ്യാൻ കാരണം. ഫിനാൻഷ്യലി എല്ലാവിധം സപ്പോർട്ട് എൻ്റെ പ്രതീക്ഷിക്കണം എനിക്ക്. തീർച്ചയായിട്ടും ഫസ്ലുക്കെ പോലുള്ള ഇത്രയും വിഷയമുള്ള ഇൻവെസ്റ്റർ മെസോണിന്റെ കൂടെ കിട്ടിയെന്നുള്ളതിനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ ഈ പ്രപ്പോസലായിട്ട് പോയപ്പോൾ അവരൊക്കെ കേവലം ഒരു ROI-യുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ചർച്ച ചെയ്തെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നത് വലിയ വിഷയനെ കുറിച്ചിട്ടും വലിയ പ്ലാനുകളെ കുറിച്ചിട്ടൊക്കെയാണ്. സോ ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററാണ്. സോ ഇനി അങ്ങോട്ട് നമ്മുടെ വിഷയന്റെ കൂടെ ഫസ്ലുക്കയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സോ ഫസ്ലുക്ക, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങളും മുന്നോട്ട് സഞ്ചരിക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.